മേഘേജ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം നമുക്ക് ചേലക്കോട് വടക്കുമുറി ഭാഗമാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. നമുക്കിപ്പോൾ ഒറ്റപ്പാലത്ത് നിന്നും മായന്നൂർ ഭാഗത്ത് നിന്നും പോകുന്നൊരു ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വേ ടു പാലക്കാട് തൃശ്ശൂരൊക്കെ അടുത്തടുത്താണ്. നല്ല ടാർ റോഡും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു വിഷ്വൽസാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരു 70 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യകാലത്തിൽ നമുക്ക് പിന്നെ അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലോരത്തുള്ള വഴിയാണ്. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് ഇവർ മോൾ ഭാഗത്തു കൂടി ടാർ റോഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് കുറച്ച് ഒരു കുണ്ടിലായിട്ടുണ്ട് സ്ഥലം. അല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ വില മാറി. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഒരു വീടിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതാണ് നമുക്ക് ടാർ റോഡിങ്ങിൻ്റെ ഇത് വരുന്നത്. നമുക്ക് റോഡ് നേരെ കയറിയിട്ട് എക്സ്റ്റൻഷൻ റോഡിലേക്ക് പോകുന്നൊരു വഴിയാണ്. ഇതിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് ഉള്ള വീടാണ്. നമുക്ക് കാണാം ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ വിഷ്വൽസ് ഇവിടുന്ന് താഴത്തുനിന്ന് തന്നെ കാണാം. കുറച്ച് വഴിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ 10-70ഓളം മരമുണ്ട്. 105 മരങ്ങളാണ്. ഏകദേശം നമുക്ക് 70 മരത്തോളം ഉള്ളു. 70 മരത്തിന് മേലെ ഉണ്ട്. 70 മരത്താണ്. അപ്പോൾ നമുക്ക് 10 മരത്തിലൊരു ഷീറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഏകദേശം അല്ല, ഒരു 7ഓളം ഷീറ്റുകൾ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് അഞ്ചാം വർഷമാണ്. ഒറ്റ പ്രാവശ്യം മാത്രമേ റെയിൻ കോട്ടിട്ട് വെട്ടിയിട്ടുള്ളൂ. ഇതാണ് നമുക്ക് താഴത്തു നിന്നുള്ള ഒരു വ്യൂ. നമുക്ക് ഇതിൻ്റെ ഫുൾ ചുറ്റു കാര്യങ്ങൾ നമുക്ക് നടന്ന് കാണാം. റബ്ബർ നല്ല പാലുള്ള മരങ്ങളാണ്. അതുമാതിരി തെങ്ങുണ്ട്. ഒരു 10-25ഓളം വരുന്ന തെങ്ങുകളുണ്ട്. പിന്നെ കവുങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്. എല്ലാം 5ഉം 6ഉം ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ് നട്ടേക്കുന്നത്. മൊത്തത്തിൽ കവുങ്ങുന്തോട്ടമായിരുന്നു. അവർ മാറിയിട്ടാണ് റബ്ബർ വെച്ചേക്കുന്നത്. റബ്ബറിൽ നിന്ന് ഈൽഡ് കിട്ടുന്നുള്ള രീതിയിലാണ്. ഇതാണ് നമ്മളെ റോഡിൻ്റെ വ്യൂ. ഞാനൊന്ന് സൂം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലെ വഴി ഇറക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിൽ 2 കിണർ വരുന്നുണ്ട്, ഒരു കുളം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം, സാവകാശം കാണാം. ഇതാണ് കുളം. നമുക്ക് ഇവർ അത്യാവശ്യം നീന്തി കുളിക്കുന്ന ഒരു കുളമായിരുന്നു. ഇപ്പം വേനൽക്കാലത്ത് ചെളിയൊക്കെ മാറ്റി അവർ യൂസ് ചെയ്യുന്നതാണ്. അതേമാതിരി അതിനോട് ചേർന്നിട്ടുള്ള കിണറാണ് നമ്മൾ കാണുന്നത്. വലയിട്ടുണ്ട്. കിണർ നല്ല രീതിയിൽ നമ്മുടെ കുളത്തിനോട് നിദാനമായിട്ടുള്ള രീതിയിലാണ് കുളത്തിൻ്റെ ഒരിത് കാണുന്നത്, വെള്ളത്തിൻ്റെ ഒരു സ്രോതസ് കാണുന്നത്. മരങ്ങളൊക്കെ 105 നല്ല മരങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഡിസംബർ ജനുവരി ആയിട്ടുള്ള രീതിയിൽ കുറച്ച് മരത്തിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞൊരു സമയമാണ്. ഇത് നമുക്ക് പടുത്തൊക്കെ ഇതായി കഴിഞ്ഞാൽ മീൻ വളർത്താനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പം നമുക്ക് കട്ല, രോഹു, മൃഗാല അങ്ങനെയുള്ള രീതിയിലുള്ളൊക്കെ മീനുകളൊക്കെ വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ആദായം കിട്ടുന്ന ഒരു ഏരിയ ആണ്. നല്ല ആഴത്തിലുള്ള നമുക്ക് വ്യൂ കാണിച്ചെന്ന് മാത്രം. നല്ലൊരു വെള്ള സ്രോതസ്സുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഇതിനോട് ചേർന്ന് നമുക്ക് പാടമുണ്ട്. ഈ പാടത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ഏക്കറോളം പാടം നമുക്ക് കിട്ടും, ചെറിയൊരു എമൗണ്ടിന് ഇതിനോട് ചേർന്നിട്ട്. അത് സെപ്പറേറ്റ് ആണ്, നമ്മൾ പറയുന്നത് മാത്രം. ഇതിന് നമുക്ക് പറയുന്നത് 70 സെൻറ്റ് സ്ഥലത്തിനോട് രീതിയിൽ പറയുന്നത് ചെറിയൊരു വില തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഓണർ പറയുന്ന വില എന്ന് വെച്ചാൽ 70 സെൻറ്റ് സ്ഥലവും നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉള്ളതാണ്. അവർ ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ചാൽ 25 ലക്ഷം രൂപയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കച്ചവടമായിട്ടാണ്. അവർ തേങ്ങയൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു ഏരിയ ആണ്. നല്ല കാമ്പുള്ള തേങ്ങയാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് മുകളിലത്തെ ഒരു വ്യൂ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഇവിടുന്ന് സൂം ചെയ്തിട്ടുള്ളൊരു അതേമാതിരി ഇതെല്ലാം മാവ്, മൂച്ചിയൊക്കെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നൊരു സമയമാണ്. നിറയെ മാങ്ങകളൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ്. പിന്നെ ഇതിൽ നമുക്കൊരു
നമുക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ കാലത്തുള്ളൊരു വഴി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവരെ പഴയ ഇത് റിങ്ങൊക്കെ താത്തിട്ടുള്ള പഴയ കിണറുകൾ. 10-25ഓളം നമുക്ക് കായ്ക്കുന്ന തെങ്ങുകളാണ്. നിറയെ അത്യാവശ്യം കായ്ക്കുന്നതാണ്. വളവും കാര്യങ്ങളൊക്കെ അവർ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ അവർക്ക് നോട്ടം കുറവുണ്ട്. എന്നായിരുന്നാലും അത്യാവശ്യം ഇപ്പം 75 രൂപയൊക്കെ ഉള്ള സമയത്ത് നല്ല രീതിയിൽ തേങ്ങയിൽ നിന്നുള്ള ഒരു ഈൽഡുണ്ട്. അതേപോലെ റബ്ബറിലുണ്ട്. ഇടവിളയായിട്ട് അവർക്ക് വാഴ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ഇഞ്ചിയോ മഞ്ഞളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. പിന്നെ കാട്ടുമൃഗങ്ങളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ ഭാഗത്തേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു വ്യൂ ആണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംവിധാനം വരുന്നില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടേജിൽ നമുക്കിപ്പോൾ ഒരു കാർ പോർച്ചോ ബൈക്ക് പോർച്ചോ ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസാണ്. അപ്പോൾ നമുക്ക് നല്ല വീതിയായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ അത് ഈ തെങ്ങിനോട് ചേർന്നിട്ട് നമുക്കിവിടെ ഇവിടെയാണ് അതിര് വരുന്നത്. പിന്നെ മോൾ വ്യൂ നമ്മൾ കാണുന്നില്ല. മോൾ വ്യൂ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു നല്ലൊരു അന്തരീക്ഷ അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെയൊക്കെ സ്പേസ് ഒരുപാടുണ്ട്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു മണ്ണും കൂടെയാണ്. പിന്നെ ഇപ്പോൾ ഇതിൽ വരുന്നത് 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്, കോമൺ ബാത്റൂമും ഉണ്ട്. നമുക്ക് ഉള്ളതൊന്ന് കയറി നോക്കാം. ഇത് കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഈ റൂം ഇപ്പോൾ തുറന്ന് കാണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ വരുന്നൊരു നമുക്ക് മനുഷ്യത്വ താഴൊക്കെ വെച്ചിട്ട് നല്ലൊരു തേക്കിൻ്റെ ഒരു ഡോറൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ മെയിൻറ്റെയിൻസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. കുറച്ചൊരു ഡള്ളുണ്ട് എന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. പിന്നെ നമ്മളെ വിഷ്വൽസ് എടുത്തതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. ഇതാണ് നമുക്ക് സെക്കൻഡ് റൂമാണ് ഇത് വരുന്നത്. നമുക്ക് ഫസ്റ്റ് റൂം ആദ്യം കാണിച്ചില്ല, അത് പൂട്ടിയിട്ട് കിടക്കാൻ നമ്മൾ പറഞ്ഞു. ഹാള്, പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് ഫ്രണ്ട് പോർഷനിലുള്ള റൂം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് വരുന്നതാണ്. അപ്പോൾ എല്ലാം സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. മണലിൽ തീർത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വീടാണ്. പഴയ ചിമ്മിനി അടുപ്പാണ്. പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പും സിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ രീതിയിൽ. പിന്നെ ഇവിടെ നമുക്ക് വാഷ് ബേസിൻ, അതേമാതിരി യൂറോപ്യൻ ക്ലോസറ്റ്, അപ്പുറത്ത് ഇന്ത്യൻ ക്ലോസറ്റുണ്ട്. പിന്നെ ഒരു വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ താഴത്തേക്കായിട്ട് ഗ്രില്ല് ഇട്ടിട്ട് നമുക്കൊരു ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. പഴയ അമ്മിക്കല്ല് അരകല്ലൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വില ഒരിക്കലും കൂടെ പറയാം. ലാസ്റ്റ് 25 ലക്ഷം രൂപയാണ്. നമുക്കൊരു ചെറിയ വില തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു എന്താ വെച്ചാൽ 70 സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട്. ആദായ ഭൂമിയും കൂടെയാണ്. കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുരുമുളക്. അങ്ങനെ നമുക്ക് ഇനിയും അതിലൊക്കെ ഇഷ്ടംമാതിരി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ആരാമള്ളി സൈനിങ് ഓഫ്.